മലപ്പുറം താനൂർ ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 22ആയി. വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിച്ചു. ബോട്ടുടമയ്ക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. അതേസമയം താനൂർ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടവർക്കുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും താനൂരിലെത്തും. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 22ആയി. വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായിരിക്കുന്നത്. കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിച്ചു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറത്തു നിന്നും അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, താനൂർ ഒരു ദുരന്ത ഭൂമിയായിരിക്കുകയാണ്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. മരണം 22ആയി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് തിരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നത്? അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം എന്നുള്ളത്. കാരണം വലിയ രീതിയിലുള്ള അപകടം അതായത് താനൂർ കണ്ട ഏറ്റവും വലിയ അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 9 കുട്ടികൾ മരണപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇതിൽ ഈ മരിച്ച 22 പേരിൽ സ്ത്രീകൾ, കുട്ടികൾ ഇവരാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 9 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംഭവ സ്ഥലത്ത് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം വിമാനമാർഗം കരിപ്പൂരിൽ നിന്നും നേരെ ഈ അപകട സ്ഥലത്തേക്ക് അദ്ദേഹം എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ മുതൽ തന്നെ NDRFന്റെ സംഘം ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. മുങ്ങൽ വിദഗ്ധരടക്കം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ തൃശ്ശൂരിൽ നിന്നും എത്തിയ 3 യൂണിറ്റ് NDRF സംഘമാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ബോട്ട് അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി സ്ഥലം MLAക്കും ഒപ്പം തന്നെ പഞ്ചായത്തിനും പോലീസിനും പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി ഗൗനിക്കാൻ തയ്യാറെടുത്തില്ല. അത് കാര്യമായി എടുക്കാൻ ഇവർ തയ്യാറായില്ല. 3 പേപ്പർ, അതായത് ഈ അനുമതിക്ക് കുറേ പേപ്പറുകൾ ആവശ്യമാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട 3 പേപ്പർ ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. അവർ പരസ്യമായി അത് ക്യാമറയിൽ അവര് തയ്യാറായിട്ടില്ല. അങ്ങനെ 3 പേപ്പർ ലഭിക്കാനുണ്ടായിരുന്നാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. ഈ 4 മലപ്പുറം ആശുപത്രി 4 മലപ്പുറം താനൂർ ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 22ആയി. വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിച്ചു. ബോട്ടുടമയ്ക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. അതേസമയം താനൂർ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടവർക്കുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും താനൂരിലെത്തും. ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ 7 കുട്ടികളാണ് ഉൾപ്പെടുന്നത്. പരിക്കേറ്റ 9 പേർ ചികിത്സയിലാണ്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും തുടങ്ങിയിരിക്കുന്നു. പരപ്പനങ്ങാടി താനൂർ നഗരസഭാ അതിർത്തിയിലെ പൂരപ്പുഴയിൽ ഒട്ടുപുറം തൂവൽ തീരത്തിന് സമീപം ഇന്നലെ രാത്രി 7:30യോടെയാണ് അപകടമുണ്ടായത്. സ്ഥലത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. NDRFും അഗ്നിരക്ഷാസേനയുമാണ് തിരച്ചിൽ നടത്തുന്നത്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സഹായവും തേടിയിട്ടുണ്ട്. ബോട്ടിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അജിക്ക് കേൾക്കാമെങ്കിൽ തുടരാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ആരൊക്കെയാണ് രക്ഷാദൗത്യത്തിൽ പങ്കാളികളായത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? NDRFന്റെ 3
സംഘമാണ് ഈ തിരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. നേവിയുടെയും സംഘം ഉണ്ട്, ഇവർക്കൊപ്പമുണ്ട്. അവരാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഈ അപകടം നടന്ന ബോട്ടിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ സിഗ്നൽ സംവിധാനങ്ങൾ അടക്കം വലിയ തോതിൽ വീക്കാണ്. കാരണം അത്രത്തോളം ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ ബോട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ വളരെ കുറച്ചു പേർക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന ഒരു ബോട്ട്. അതിനകത്ത് ആളുകൾ കൂടുതൽ കയറിയത് കൊണ്ടാണ് ഈ അപകടം നടന്നത് എന്ന് മനസ്സിലാക്കാം. ചുറ്റും ഗ്ലാസുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബോട്ടാണ്, ഹൗസിംഗ് ബോട്ടാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അത്തരത്തിൽ ഹൗസിംഗ് ബോട്ടായിട്ടുള്ള ഫിഷിംഗ് ബോട്ടായിട്ടുള്ള ഒരു ബോട്ടിനെയാണ് ഇവരെ ഈ വിനോദ സഞ്ചാരം നടത്തുന്നതിനായിട്ട് മാറ്റിയത്, അത് മോഡിഫൈ ചെയ്ത് മാറ്റിയത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബോട്ടിൽ ലൈഫ് ജാക്കറ്റുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ ഈ ലൈഫ് ജാക്കറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നത് ദൃശ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഈ ബോട്ടിന് ഉള്ളിൽ ഇല്ല എന്നാണ് ഈ ദൃശ്യങ്ങളും നമുക്ക് അജിക്ക് തുടരാം. തിരൂരിൽ നിന്നും പ്രകാശ് ടെലിഫോൺ ലൈനിൽ